എഡിറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പടം നന്നാക്കാനും പറ്റും, ചിലപ്പോൾ ആ പടത്തിൻ്റെ അവസ്ഥ മോശമാക്കാനും. നമ്മുടെ പാട്രിയോട്ട് മൂവിയുടെ എഡിറ്ററായിട്ടുള്ള രാഹുൽ രാധാകൃഷ്ണനാണ്. ഈ സിനിമയിലെ എല്ലാ ഫൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഒരിക്കലും ഒരു ഫാൻറ്റം ക്യാമറ അല്ലെങ്കിൽ ഒരു സ്ലോ മോഷൻ ഷോട്ടുകൾ വളരെ കുറവാണ്. പഞ്ചുകളെല്ലാം ഷാർപ്പായിട്ടുള്ള കട്ടുകളാണ്. ലിഫ്റ്റ് ഫൈറ്റിൻ്റെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഫൈറ്റ് 2-3 ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് ലിഫ്റ്റിന്റെ ഇന്റീരിയർ ഒരു സ്ഥലത്തും ഏറ്റവും താഴത്തെ ഫ്ലോർ സെറ്റിലും പിന്നെ ബാക്കി ആൾക്കാർ വീഴുന്ന സ്ഥലങ്ങളൊക്കെ വേറെ ഒറിജിനൽ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത്. മമ്മൂക്ക ഒരു സൈഡിലുണ്ട്, ലാലേട്ടൻ ഒരു സൈഡിലുണ്ട്. ഫാൻസിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആ സ്ക്രിപ്റ്റും അങ്ങനെ ഫാൻസിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന സ്ക്രിപ്റ്റ്. പടം കുഴപ്പമില്ല, പക്ഷെ ടെക്നിക്കലി അടിപൊളിയാണ്. അങ്ങനെ പറഞ്ഞാലും ഞാനൊരു കാര്യം കേട്ടു, നമ്മളിവിടുത്തെ മലയാള സിനിമയിൽ ഏത് സിനിമയാണ് ഇപ്പോൾ ടെക്നിക്കലി ബ്രില്യൻ്റ് അല്ലാത്ത പടം? വെഡ്ഡിംഗ് വീഡിയോസ് കട്ട് ചെയ്ത് തുടങ്ങി അവസാനം ലാലേട്ടനെയും മമ്മൂക്കനെയും വരെ കട്ട് ചെയ്ത ആള് നമ്മുടെ പാട്രിയോട്ട് മൂവിയുടെ എഡിറ്ററായിട്ടുള്ള രാഹുൽ രാധാകൃഷ്ണനാണ് ക്ലബ് എഫ് എമ്മിൽ ആവശ്യനോടൊപ്പം. ഹായ് ബ്രോ, വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു. വെഡ്ഡിംഗ് വീഡിയോസ് ഇന്നലെ തുടങ്ങിയത് ശരിക്കും? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അതിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ പയ്യെ ചെറിയ സിനിമകളൊക്കെ ചെയ്തു തുടങ്ങി. ചെറിയ സിനിമകൾ ഏതൊക്കെ സിനിമകളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്? ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ ചെയ്തത് തലവരും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസായ പാട്രിയറ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി പാട്രിയറ്റ് ആണ്. അപ്പം മഹേഷ് നാരായണൻ സ്കൂൾ ഓഫ് സിനിമയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്തത്? ഞാൻ എൻ്റെ ഫിലിം സ്കൂൾ കയർനാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, കോട്ടയം. അപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് എടുക്കാൻ മഹേഷ് സാർ വന്ന സമയത്ത് കോളേജിൽ വന്ന സമയത്ത് എൻ്റെ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മെയിൽ ചെയ്തു. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് പുള്ളിക്ക് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. എഡിറ്ററല്ല, പുള്ളിക്ക് ഒരു അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ടായിരുന്നു. കാര്യം ആ സമയം പുള്ളി ഡയറക്ഷനിലേക്കൊക്കെ മാറിയതുകൊണ്ട് കൂടെയുള്ള അസിസ്റ്റൻസൊക്കെ പിന്നെ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പടം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്തതിനകത്ത്. ഓക്കെ. ഈ പല ആൾക്കാരും ഇപ്പോൾ ഇതുപോലെ ഡയറക്ടേഴ്സിന് ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും, ഇമെയിലൊക്കെ അയക്കും. അപ്പോൾ അന്ന് വിചാരിച്ചിരുന്നു ഇവരൊക്കെ ഇതെടുത്ത് വെച്ച് കാണും, ശ്രദ്ധിക്കുമെന്നൊക്കെ? അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് അയച്ചു. അന്ന് നമുക്ക് പഠിച്ചിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ അയക്കുമല്ലോ. അങ്ങനെ അയച്ച സമയത്ത് എന്നെ ഓർമ്മയുണ്ടായിരുന്നു നല്ലപോലെ. അപ്പോൾ ഓർമ്മ ഉണ്ടായത് കൊണ്ട് പെട്ടെന്നൊരു വേക്കൻസിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയായിരുന്നു. ഈ നമ്മുടെ പാട്രിയറ്റിൻ്റെ മൊത്തം ഫുട്ടേജ് എത്ര വരും? പാട്രിയറ്റിന് മൊത്തം ഫുട്ടേജ് നമ്മൾ ആകെ ഡ്യൂറേഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ എഡിറ്റ് ഓൾമോസ്റ്റ് ഒരു 3-6 ഒക്കെ ആയിരുന്നു ആദ്യമേ. പിന്നെ ഫൈനൽ ട്രിമ്മിലേക്ക് വന്നപ്പോൾ ഒരു 255 വിത്തൗട്ട് ക്രെഡിറ്റ്സ് ഒരു 255 അത്രയൊക്കെ എത്തിച്ച. ട്രെയിലർ ആരാ കട്ട് ചെയ്തത്? ട്രെയിലർ അർജു എന്ന് പറഞ്ഞിട്ട് മഹേഷ് സാറിൻ്റെ മുന്നത്തെ ഒരു അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി എഡിറ്ററാണ്, പുള്ളി ആണ് ട്രെയിലർ കട്ട് ചെയ്തത്. ഇനി പാട്രിയോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക ഒരു സൈഡിലുണ്ട്, ലാലേട്ടൻ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഫാൻസ് പോയി പടം കാണും. അപ്പോൾ ഫാൻസിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആ സ്ക്രിപ്റ്റും അങ്ങനെ ഫാൻസിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന സ്ക്രിപ്റ്റാണ്. അതിനകത്ത് ഫാൻസിന് ഇഷ്ടം ഉണ്ടാവേണ്ട സീക്വൻസുകളുണ്ട്, അത് അതിന് കറക്റ്റ് വേണ്ടുന്ന പാകത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഫാൻസിന് വേണ്ടി ഇത് ഫാൻസിന് വേണ്ടി ചെയ്യാൻ പോകുന്ന സീനാണ് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ലെവലിൽ അതില്ല. മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു ജെറ്റ് ഫൈറ്റ് സീനും അതുപോലെ ലാലേട്ടന് വേണ്ടി ഒരു ലിഫ്റ്റ് സീനും, ഇത് രണ്ടുമാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ സീനുകൾ. അത് ആക്ച്വലി എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തത്? അത് ജെറ്റല്ല, മമ്മൂക്കയുടെ അതൊരു C-130 ഒരു കാർഗോ ഫ്ലൈറ്റാണ്. അത് നമ്മൾ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. ശ്രീലങ്കയിൽ ഫ്ലൈറ്റിനകത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് അതിനകത്ത് എന്താ വെച്ചാൽ അതിനകത്ത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പുതിയൊരു രീതിയിലൊക്കെ അതിൻ്റെ DOP കൊണ്ടുവന്ന് റെഡ് ഒരു ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ ഒരു ലൈറ്റിങ് കൊണ്ടുവന്ന് കുറച്ചൊരു അങ്ങനത്തെ ഒരു സ്റ്റൈലൈസ്ഡ് പരിപാടിയാണ് നമ്മൾ അതിനകത്ത് പിടിച്ചേക്കുന്നത്. ഫാസ്റ്റ് പേസ്ഡ് കട്ടിങ് ആയിരുന്നു. ഈ സിനിമയിലെ എല്ലാ ഫൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഒരിക്കലും ഒരു ഫാൻറ്റം ക്യാമറ അല്ലെങ്കിൽ ഒരു സ്ലോ മോഷൻ ഷോട്ടുകൾ വളരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ പഞ്ചുകളെല്ലാം ഷാർപ്പായിട്ടുള്ള കട്ടുകളാണ്. അത് മഹേഷ് സാറിൻ്റെ മുന്നത്തെ പടങ്ങൾ നോക്കിയാലും ഇപ്പം ഈവൻ മാലിക്കാണെങ്കിൽ നോക്കിയാലും ഫൈറ്റുകളും എല്ലാം കൂടുതൽ ഈ ഹൈ ഫ്രെയിം റേറ്റ് ഷോട്ടുകളിലോട്ട് അങ്ങനെ ഒരുപാട് പോകുന്ന ആളല്ല. അത് ഈ സിനിമയിലും അതേപോലെ തന്നെ. അത് തുടക്കം മുതലേ ഇപ്പം ഒരാളുടെ ഇൻട്രോയ്ക്ക് സെപ്പറേറ്റ് ഒരു സ്ലോ മോഷൻ ഷോട്ട്, അല്ലെങ്കിൽ ഇടി കൊടുക്കുമ്പോൾ വേറൊരു സ്ലോ മോഷൻ ഷോട്ട്, അങ്ങനത്തെ ഒരു പാറ്റേൺ പുള്ളിക്കില്ല. ഇതിനകത്ത് സിമ്പിൾ ഇൻട്രോസ് ആണ്, എല്ലാവരുടെയും സിമ്പിൾ ഇൻട്രോസ് ആണ്. എനിക്ക് തോന്നുന്നു ലാൽ സാറിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഇൻട്രോ തോന്നുന്നു. ലൈറ്റൊക്കെ ആണ് ഈ ഒരു ലാൽ സാർ ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയിലൊക്കെ വരുന്നത്. അത് മാത്രമാണ് തോന്നുന്നു കുറച്ച് സിനിമാറ്റിക് ആയിട്ട് ഉള്ളത്. ഓക്കെ. മെയിൻ ഒരു ഹൈലൈറ്റ് ഇപ്പം പടത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ഹൈ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഫൈറ്റ് സീനാണ് ലാലേട്ടൻ്റെ. അതെങ്ങനെയായിരുന്നു എഡിറ്റ് ചെയ്തത്? ലിഫ്റ്റ് ഫൈറ്റിൻ്റെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഫൈറ്റ്
3 ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതായത് ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ ഒരു സ്ഥലത്തും ലിഫ്റ്റിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോർ സെറ്റിലും ലിഫ്റ്റ് സെറ്റിൽ, പിന്നെ ബാക്കി ആൾക്കാർ വീഴുന്ന സ്ഥലങ്ങളൊക്കെ വേറെ ഒറിജിനൽ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത്. വേറെ ഒറിജിനൽ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് മാത്രമല്ല, പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്ന ആർട്ട് ഡയറക്ടേഴ്സിന് നല്ല പണിയായിരുന്നു. അത് മാച്ച് ചെയ്യണം, ഒറിജിനൽ ലൊക്കേഷനായിട്ട് മാച്ച് ചെയ്യണം. പിന്നെ അവിടെ വന്ന ജൂനിയേഴ്സിനെ ഇവിടെ കൊണ്ടുവരണം, സെറ്റിൽ കൊണ്ടുവരണം. എഡിറ്റ് ചെയ്യാനും നമ്മളുടെ ഈ സീക്വൻസ് ഒരിടത്ത് ഷൂട്ട് ചെയ്താൽ തീരില്ലല്ലോ. 2 ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് വന്നാലും നമുക്കത് ഏകദേശം ഒന്ന് കാണാനെങ്കിലും പറ്റും. പിന്നെ ലിഫ്റ്റിൻ്റെ എല്ലാ പോർഷൻസും മൂവബിളാണ്, എന്നാലേ ക്യാമറ അത് കറങ്ങി നിൽക്കത്തുള്ളൂ. ഒരു ക്യാമറമാൻ മാത്രം നിന്നാൽ പോരാ, ക്യാമറമാൻ, ഫോക്കസ് പുള്ളർ, അയാളുടെ ബാക്കി അസിസ്റ്റൻസ് എല്ലാവരും നിൽക്കണമെങ്കിൽ ഈ ക്യാമറയുടെ ഈ ലിഫ്റ്റിൻ്റെ ഓരോ ഭാഗവും ക്യാമറ റൗണ്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ADs തന്നെ മൂവ് ചെയ്യിക്കുന്നത്. കാര്യം നമുക്കേ ടൈമിങ് അറിയത്തുള്ളൂ, ADsനെ അറിയത്തുള്ളൂ ഈ സമയത്ത് ക്യാമറ ഇവിടെ വരും, അപ്പം ലിഫ്റ്റിൻ്റെ ഒരു ഭാഗം ബാക്കിലേക്ക് തള്ളും. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ക്യാമറ തിരിഞ്ഞു വരുമ്പോൾ അവിടെ അടയ്ക്കണം. ലാലേട്ടന് ഭയങ്കര മെനക്കേടായിരുന്നല്ലോ. ഈ ലിഫ്റ്റ് സീക്വൻസിനകത്ത് ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പടം കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ട് ഒരു 6-7 ടേക്ക് ഫൈറ്റ് മാസ്റ്ററും ഡയറക്ടറും കൂടെ ഷോട്ട് എടുത്തു. ആ ഷോട്ട് എടുത്തിട്ട് നമ്മളെല്ലാവരും വന്ന് കാണുകയാണ്. അപ്പം എല്ലാവർക്കും അതിനകത്ത് എന്തോ ഒരു കുറവുള്ള പോലെ, എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ, ഇങ്ങനെ എല്ലാവരും മുഖത്ത് അത്ര ഒരു സന്തോഷക്കുറവ് പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ ലാൽ സാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ലാൽ സാർ വന്നിട്ട് എന്താ മോനെ എന്തുറ്റി എന്നിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആർക്കും ലാൽ സാർ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല സാർ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഷോട്ട് കഴിഞ്ഞ പാക്കപ്പാണ്. അപ്പോൾ പിന്നെ പാക്കപ്പ് പറഞ്ഞപ്പോൾ അപ്പോൾ ലാൽ സാർ വിചാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ കട്ട് വേറെ ഉണ്ടാവുന്ന, ഇതിൻ്റെ കട്ട് വേറെ എടുക്കുമെന്നാണ് ലാൽ സാർ വിചാരിച്ചിരിക്കുന്നത്. സിംഗിൾ ഷോട്ടാണെന്നുള്ളൊരു ഐഡിയ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ലാൽ സാർ ആ സമയത്ത് അയ്യോ സിംഗിൾ ഷോട്ടാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് ചെയ്ത ഷോട്ട് കണ്ടിട്ട് നമ്മളെല്ലാവരും സ്റ്റുഡിയോ ഫുള്ള് എല്ലാവരും കൈയടിയായിരുന്നു. കാര്യം പിന്നെ കണ്ട ആൾ ഒറ്റ ഷോട്ടിൽ അതിൻ്റെ പവർ നമുക്ക് കാണാം. ഒറ്റ സിംഗിൾ ഷോട്ടിൽ പിന്നെ അത് എടുത്തത്. അതിന് മുന്നേ വിചാരിച്ചിരുന്നത് ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന. അതുകൊണ്ട് ഇടയ്ക്കൊരു ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി സിംഗിൾ ഷോട്ടായിട്ട് വന്നപ്പോൾ അത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ പുള്ളി നേരത്തെ ചെയ്ത് തന്നെ. ഭയങ്കര ഫ്ലെക്സിബിളാണ് ഫൈറ്റ് ചെയ്യാൻ, ഭയങ്കര എനർജിയാണ്. എല്ലാവരും നോക്കി നിൽക്കും ഈ പ്രായത്തിലും ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ. ശരിക്കും ഇപ്പോൾ എഡിറ്റ് ചെയ്ത കുറച്ചധികം പടങ്ങളുണ്ട്. തലവരയുണ്ട്, അതുപോലെ അറിയിപ്പുണ്ട്, പാട്രിയറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പടം വീണ്ടും എടുത്ത് എഡിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? കുറച്ചുകൂടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ വല്ലതും? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഒരുപാട് സമയമാവാത്തതുകൊണ്ട് ചിലപ്പം കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നിയെന്നിരിക്കും, അറിയില്ല. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ മാലിക്കിൽ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഫഹദിക്കയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ബിഗ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മിനിറ്റോളം കണ്ടിന്യൂസ് ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആക്ച്വലി സ്റ്റിച്ച് ചെയ്ത പരിപാടിയാണോ? അതൊരു സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സീക്വൻസ്. അതൊരു 3-4 ദിവസത്തെ ഒരു 1 ഡേ പ്രിപ്പറേഷൻ, ബാക്കി 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ VFX സപ്പോർട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്ന ഒരു 12 മിനിറ്റ്സ് ഷോട്ടാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്ക്രിപ്റ്റിങ്ങിൽ എഡിറ്റ് ചെയ്യാറുണ്ടോ? സ്ക്രിപ്റ്റ് മഹേഷ് സാറിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ഒരു എഡിറ്റഡ് ഫോമാണ്. അത് വായിക്കുന്ന ആർക്കും ആ പടം ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാം. അത്ര കറക്റ്റ് പോയിന്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ ഇപ്പം ഒരു റിയാക്ഷൻ ആണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് മെൻഷനിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻ്റർകട്ട് ആണെങ്കിൽ പോലും ആ ഇൻ്റർകട്ടിൽ വരുന്ന ഷോട്ട് എന്താണെന്ന് കൃത്യമായിട്ട് ആ ഇമേജ് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിനും നമ്മൾ ആ സീനിൽ നിന്ന് ആ ഷോട്ട് മാത്രം പിക്ക് ചെയ്ത് വെച്ചാൽ മതി, ആ എഡിറ്റ് ആവും. അത് പുള്ളി ഒരു എഡിറ്റർ ആയതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു മെഷർമെൻറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഫിലിംസിലൊക്കെ ഇപ്പോൾ സ്പോട്ട് എഡിറ്ററും ഉണ്ട്, അല്ലാണ്ട് അതിനുശേഷം എഡിറ്റ് ചെയ്യുന്ന ആളുമുണ്ട്. ശരിക്കും ഒരു ഫിലിമിന് 2 എഡിറ്ററിൻ്റെ ആവശ്യമുണ്ടോ? സ്പോട്ട് എഡിറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ആ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊന്ന് നോക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോട്ട് എഡിറ്റിംഗ് ചെയ്യുന്നത്. സ്പോട്ട് എഡിറ്റിംഗിൽ നിന്ന് നമ്മൾ പടത്തിലേക്ക് വരുന്ന സമയത്ത് അത് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. സ്പോട്ട് എഡിറ്റിംഗ് നമ്മൾ ആ സീന് വേണ്ടി മാത്രം എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ പടങ്ങൾക്കൊന്നും സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടാവാറില്ല. ചിലപ്പം ഫൈറ്റ് മാസ്റ്റേഴ്സ് വരുമ്പോൾ ഫൈറ്റ് മാസ്റ്റേഴ്സ് അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഒരു സ്പോട്ട് എഡിറ്റർ അന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരും. ഇതിനകത്ത് പുറത്തുനിന്ന് മമ്മൂക്കനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് ശരിക്കും റിയൽ ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതിനകത്ത് നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ഇൻസിഡൻറ്റ് നെയിം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ അതിൻ്റെ ഇൻസിഡൻറ്റുകളൊക്കെ കറക്റ്റ് നടന്ന കാര്യങ്ങളാണ്. അത് പലയിടത്തും ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണ് ചിമ്മുന്ന
അത് മോസ്കോഡ് അത് ഇതിന് മുന്നേ പല സിനിമകളിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതും റിയൽ ഉള്ളത് തന്നെയാണ്. നമ്മളത് സിനിമയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. അത് അതിൻ്റെ വിഷ്വൽ ഒരു ലാൽ സാറിൻ്റെ ഒരു ഷോട്ടിൽ അത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ അത് പഠിപ്പിക്കുന്ന ഒരു സീക്വൻസ് അതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് അല്ല, സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതല്ല. ഇനിയിപ്പം മഹേഷ് നാരായണൻ ടീം വിട്ട് വേറൊരു ടീമുമായിട്ട് ജോയിൻ ചെയ്യുന്നെങ്കിൽ ആരുടെ ടീമായിരിക്കും? നല്ല ഡയറക്ടേഴ്സും നല്ല തിരക്കഥയുമുള്ള ആരോട്ടും ജോയിൻ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇപ്പം പുറത്തുനിന്നുള്ള സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുന്നതും എല്ലാം കൂടുതലും പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരായിട്ട് കൊളാബ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് കേൾക്കുന്നത്? ഒരു എഡിറ്റർ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്? സ്ക്രിപ്റ്റ് ചിലർ കറക്റ്റ്, ചിലർ നല്ലപോലെ പിച്ച് ചെയ്യും. ഫോണിൽ കൂടെ തന്നെ നല്ലപോലെ കഥ പറയുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ചിലരുടെ റൈറ്റിങ് നമ്മൾ വായിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം ഒന്നും കിട്ടില്ല. ചിലർ ഫോണിൽ കൂടെ ഭയങ്കര ക്ലീനായിട്ട് സ്ക്രിപ്റ്റ് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കേട്ട ഒരു സ്ക്രിപ്റ്റ് എൻ്റെ ഒരു ജൂനിയറായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളുടെയാണ്. അയാൾ ഫോണിൽ കൂടെ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ കൊതി വന്നു. അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ചിലർക്ക് അങ്ങനത്തെ ഒരു മഹേഷ് സാറ് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ഫുൾ പടം നമുക്ക് കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ. ഭയങ്കര അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. സ്ക്രിപ്റ്റിങ്ങിന് കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെ അത്ര ഏത് പോയിന്റ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റ് റിപ്ലൈ ഉണ്ടാവും. ഈ ചില ഫിലിംസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയും എഡിറ്ററിൻ്റെ കയ്യിലാണ്, എഡിറ്റർ വേണം ഈ പടത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനെന്ന് പറഞ്ഞ് അങ്ങനെ ഫിലിം വന്നിട്ടുണ്ടോ? എഡിറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പടം നന്നാക്കാനും പറ്റും, ചിലപ്പോൾ ആ പടത്തിൻ്റെ അവസ്ഥ മോശമാക്കാനും പറ്റും. ചില സിനിമകളൊക്കെ നല്ല എഴുത്താണെങ്കിൽ, നല്ല സ്ക്രീൻ പ്ലേ ആണെങ്കിൽ അത് എങ്ങനെ പോയാലും അത് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. എഴുത്താണ് ബേസിക്, എഴുത്താണ് കിങ്. എഴുത്താണ് കിങ്. ഓക്കെ. ഏതിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്? ഈ സിനിമ പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തത്. അഡോബ് പ്രീമിയർ. അതെ. ഓക്കെ. എത്ര ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് തീരാനായിട്ട്? നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിൽ നമ്മുടെ സിനിമയുടെ ഒരു ഫസ്റ്റ് കട്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു നമുക്ക് എല്ലാവർക്കും ADസിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സൗണ്ട് റെക്കോർഡിങ്ങുകളും ചെറിയ പടം സിങ്ക് സൗണ്ടാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഫൈറ്റിലൊക്കെ വരുന്ന സൗണ്ടുകളൊക്കെ സിങ്ക് സൗണ്ട് പോസിബിൾ അല്ലാത്ത ഇതൊക്കെ നമുക്ക് അല്ലാതെ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 1 മന്തിൽ ഓൾമോസ്റ്റ് എഡിറ്റായി പടം. ഓക്കെ. ഈ ഫൂട്ടേജിൻ്റെ അളവ് കണ്ട് ഞെട്ടിയ പടമുണ്ടോ? അതായത് എൻ്റെ പൊന്നു ഇത്രയും ഫൂട്ടേജ് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യും? ഉണ്ട്. ഏത് പടമൊന്നും മെൻഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ഈ ലിഫ്റ്റ് സീന് ശരിക്കും ആ ലിഫ്റ്റ് താഴെത്തുന്ന അതേ സമയം കാൽക്കുലേറ്റ് ചെയ്താണോ ചെയ്തേക്കുന്നത്? ഓൾമോസ്റ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതാണ് കുറച്ച് സ്പീഡിലാണ് അതിൻ്റെ ഫൈറ്റും കുറച്ച് സ്പീഡിലാണ് പോയേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇടയ്ക്ക് ഉള്ള കട്ടുകൾ വരുമ്പോൾ ആ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ. പക്ഷേ എക്സാക്റ്റ് എങ്ങനെ ഇത്ര സമയം എടുക്കുമോ ഒരു ലിഫ്റ്റിന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പാളും. ഇപ്പം എഡിറ്റേഴ്സ് മലയാള സിനിമയിൽ അത്യാവശ്യം പേരായിട്ട് ഒരുപാട് എഡിറ്റേഴ്സ് ഉണ്ട്. ശരിക്കും എത്രത്തോളം ഫിനാൻഷ്യലി സേഫാണ് മലയാളം ഇൻഡസ്ട്രിയിൽ എഡിറ്റേഴ്സ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിരിക്കും. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ല പടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പടത്തിന് ഡിമാൻഡ് ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പടം എൻ്റെ വർക്ക് ചിലപ്പോൾ നന്നായിരിക്കും, പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ആ സിനിമ നന്നായാലേ നമുക്ക് അടുത്ത കോൾ ഉണ്ടാവുള്ളൂ. ഓക്കെ. എഡിറ്റിംഗ് കൊള്ളാമെന്ന് പറഞ്ഞ് വീണ്ടും വർക്കിന് വിളിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വിളിക്കുന്നവർ വളരെ കുറവാണ്. സിനിമ നന്നായാൽ നമുക്കും അത് ഗുണം ചെയ്യും. അപ്പോൾ നമ്മളിനി എത്ര അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്താലും സിനിമ ഔട്ട്പുട്ട് അതുപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ട് ബോക്സ് ഓഫീസിൽ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വർക്ക് പാടായിരിക്കും. അത് പാടായിരിക്കും. നമ്മൾ വേറൊരു പ്രൊഡ്യൂസർ എടുത്ത് അതിന് മുന്നേ ചെയ്ത പടം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന പടമെന്ന് പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എഡിറ്റേഴ്സിനും മാത്രമല്ല, ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും. ഇപ്പം ക്യാമറമാനാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ, റൈറ്റർ ആയാലും ഇതേ അവസ്ഥ തന്നെ. എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അൾട്ടിമേറ്റ് ആയിട്ട് പടം സക്സസ് ആവണം. ചില പടങ്ങൾ ലൈക്ക് പടം കുഴപ്പമില്ല, പക്ഷെ ടെക്നിക്കലി അടിപൊളിയാണ് അങ്ങനെ പറഞ്ഞാലും അത് ടെക്നിക്കലി ബ്രില്യൻ്റ് എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിവിടുത്തെ മലയാള സിനിമയിൽ ഏത് സിനിമയാണ് ഇപ്പോൾ ടെക്നിക്കലി ബ്രില്യൻ്റ് അല്ലാത്ത പടം? അങ്ങനെ സിനിമ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാ പടങ്ങളും അത്യാവശ്യം ടെക്നിക്കലി ബ്രില്യൻ്റ് തന്നെയാണ്. ഓക്കെ. അങ്ങനെ മോശമായിട്ട് ടെക്നിക്കലി ബ്രില്യൻ്റ് അല്ലാത്ത ഏത് പടമുള്ളത്? ശരിയാണ്. എല്ലാ പടങ്ങളും ടെക്നിക്കലി ഒരു പടം എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അത് കറക്റ്റ് എല്ലാ പ്രൊഡ്യൂസേഴ്സും അത് ചെയ്യിച്ചെടുക്കും. എത്ര എമൗണ്ട് ആണെങ്കിലും ടെക്നിക്കലി എന്താണോ വേണ്ടത് അത് കൊടുത്തിരിക്കും, ഔട്ട്പുട്ട് കൊടുത്തിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏതാണ് പ്രോജക്റ്റ് വരാനിരിക്കുന്നത്? നെക്സ്റ്റ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തലവര ഡയറക്ടറുടെ ഒരു പടമുണ്ട്. ഓക്കെ. അതിൻ്റെ എഴുത്ത് കിടന്നുകൊണ്ടിരിക്കുക. അതിൽ ഹീറോ ആരാണ്? ഇല്ല, അത് അങ്ങനെ അനൗൺസ് ചെയ്യുന്ന സിറ്റുവേഷനിലായിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ജൂനിയറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ഒരു പടമുണ്ട്. അപ്പോൾ അതിൻ്റെയും
ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇനി നെക്സ്റ്റ് വരാൻ അതെ പോകുന്നത്. അതെ അതെ അതെ. എന്തായാലും പാട്രിയോട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് അടിപൊളി പ്രോജക്ട്സ് എഡിറ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് FM. താങ്ക് യു.